അല്ല, ഈ അവസരത്തിൽ മമ്മൂക്കയുടെ കൂടെ ടീസർ റിലീസ് ആയിട്ടുണ്ടല്ലോ ഇപ്പോൾ 2 ദിവസം മുന്നേ. അത് എങ്ങനെയുണ്ട്? അതിൻ്റെ ഒരു ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അങ്ങനെ ടീച്ചറിലൊക്കെ എനിക്ക് അത്ര ഇമ്പോർട്ടൻസ് തന്നെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്നത് തന്നെ. അപ്പോൾ അതിൽ തന്നെ എനിക്ക് മമ്മൂട്ടി സാറിനോടും മമ്മൂട്ടി കമ്പനിയോടും ഗൗതം മേനോൻ സാറിനോടും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഭയങ്കര മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലൊരു ലെജൻഡറി വെറ്ററൻ യങ്സ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു കൂടെ വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒരുപാട് ഒന്നും പഠിപ്പിച്ച് തരാതെ തന്നെ നമ്മൾ കുറേ പഠിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുന്ന പോലത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ കൂടെ ആയിരുന്നു 10-25 ദിവസം വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. ത്രൂ ഔട്ട് റോളാണോ മമ്മൂക്കയുടെ കൂടെ? ഒരു ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന റോളായിരുന്നു. പിന്നീട് കുറച്ചുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ആയി. ഓക്കെ. ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൻ്റെ ടൈപ്പുള്ള ഒരു പോസ്റ്റർ ഫസ്റ്റ് ലുക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണോ? ഒരു പിങ്ക് പാന്തോ ലൈക്കൊക്കെ പ്രതീക്ഷിക്കാം. ഒരു കോമഡി എലമെന്റിൽ പോകുന്ന അങ്ങനെ പിങ്ക് പാന്തോ എലമെന്റ്സ് ഒക്കെ കുറച്ചുള്ള അങ്ങനത്തെ ഒരു മൂഡിലുള്ള പടമാണ്. ഇതൊരു റിലീസ് ആകുമ്പോൾ ഒരു കരിയർ ബ്രേക്ക് ആയിരിക്കും ഈ സിനിമ? ആയിരിക്കും, അങ്ങനെ അറിയില്ല. ഓക്കെ, എല്ലാ മൂവിയും ചെയ്യുമ്പോഴും അതൊരു നല്ലൊരു ബ്രേക്ക് തരണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പല മൂവീസും പല ക്രിറ്റിസിസം, സീനിയേഴ്സിൻ്റെ തന്നെ പല മൂവീസും പല ക്രിറ്റിസിസം സോഷ്യൽ മീഡിയയിൽ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ആരും മനഃപൂർവ്വം ഒരു മോശം സിനിമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യില്ല. എല്ലാവരും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇൻഡസ്ട്രിയിലെ ടോപ്പ് സീനിയേഴ്സ് വരെയും അവരുടെ ബ്ലഡ് ആൻഡ് സ്വെറ്റ് അവർ ട്രെയിൻ ചെയ്താണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പലതും കണ്ടിട്ടുള്ളതാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതിന് കിട്ടുന്ന ചിലപ്പം അമിതമായ പ്രതീക്ഷയായിരിക്കാം, അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ വന്നിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ടും ആവാം. പക്ഷേ ഒരു ലെവലിന് മുകളിൽ ക്രിറ്റിസിസം വരുമ്പോൾ അത് ഭയങ്കര ഡിസാർട്ടനിങ് ആയിട്ട് ഫീൽ ചെയ്യും എനിക്ക് പേഴ്സണലി. എൻ്റെ ഫിലിം അല്ലെങ്കിലും വേറൊരു ഫിലിമിൻ്റെ ക്രിറ്റിസിസം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസാർട്ടനിങ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം ആരും മോശം ഫിലിം ചെയ്യാനായിട്ട് വേണ്ടി ചെയ്യില്ലല്ലോ. എല്ലാവരും വളരെ നന്നാവാൻ വേണ്ടി മാത്രം കഷ്ടപ്പെട്ട് ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് ആൾക്കാരുടെ ബ്ലഡ് ആൻഡ് സ്വെറ്റ് ആണല്ലോ സിനിമ. ഗൗതം സാറിൻ്റെ ഒരു വേറിട്ടൊരു ഡയറക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട് അത്, കാരണം ടീച്ചർ കണ്ടപ്പോൾ അങ്ങനെ ഒരു ഫീൽ തോന്നി. അതെ, അദ്ദേഹത്തിൻ്റെ മൂവീസ് എല്ലാം കണ്ട് ഫാനായിട്ട് നമ്മൾ ചെറിയ പ്രായം തൊട്ട് നമ്മൾ കാണുന്ന മൂവീസാണല്ലോ. കാക്കയിലും വേട്ടയാടുകളായിട്ട് കാരണമായാലും എല്ലാം നമ്മൾ കണ്ടിട്ട് പോയി അദ്ദേഹത്തിൻ്റെയൊക്കെ അടുത്തൊന്നൊരു ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ മാത്രം ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രെയിമിൽ വന്ന് തൊടാനായിട്ട് പറ്റുകയെന്ന് പറയുന്നത് എൻ്റെ ഒരു ദൈവഭാഗ്യമായിട്ട് കാണുന്നു. ഓക്കെ ഓക്കെ, ഒരുപാട് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഒരുപാട് സന്തോഷം. ഓക്കെ.